കുട്ടിക്കാലത്ത് കുട്ടികളോട് നിങ്ങൾക്ക് വലുതായി കഴിഞ്ഞാൽ എന്താകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല വിദ്യാർത്ഥികളും പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഡോക്ടർ ആകണം, എനിക്ക് +2 കഴിഞ്ഞിട്ട് MBBS എന്ന് പറയുന്ന കോഴ്സിന് പോകണം എന്ന് പറയുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. +2 ഇതേ വിദ്യാർത്ഥികൾ നല്ല മാർക്കോടെ പാസ്സായിട്ടും MBBS എന്ന് പറയുന്ന അവരുടെ സ്വപ്നത്തിലോട്ട് പോകാൻ സാധിക്കാതെ ഏതെങ്കിലും ഡിഗ്രി കോഴ്സുകളും അതുപോലെ തന്നെ ഏതെങ്കിലും പാരാമെഡിക്കൽ കോഴ്സുകളിലോട്ടും പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ ചുറ്റും അനവധിയാണ്. എന്തുകൊണ്ട് അവരങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കും, അപ്പോൾ MBBS എന്ന് പറയുന്ന കോഴ്സ് അത്രത്തോളം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണോ എന്നുള്ളൊരു കാര്യം. നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്, നമ്മുടെ ഇന്ത്യയിലെ തന്നെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾ നീറ്റിൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വളരെ കുറഞ്ഞ ഗവൺമെൻറ് ഫീസുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം MBBS എന്ന് പറയുന്ന സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കും. അവിടെയും പല വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്, പിന്നെ എന്താണ് ഇതിനിടയിൽ ഏറ്റവും വലിയ പ്രശ്നം? +2 കഴിഞ്ഞിട്ട് നിങ്ങൾ 1 ഇയർ നിങ്ങൾ നീറ്റിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നീറ്റിന്റെ ബേസിലാണ് നമുക്ക് MBBS എന്ന് പറയുന്ന കോഴ്സിന് നമുക്ക് ഇന്ത്യയിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. നിങ്ങൾ നീറ്റിൽ എത്രത്തോളം നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നു, എത്രത്തോളം നിങ്ങൾ റാങ്ക് പൊസിഷനിൽ വരുന്നോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗവൺമെന്റ് കോളേജുകളിൽ, ഇന്ത്യയിലെ തന്നെ പ്രമുഖ ഗവൺമെന്റ് കോളേജുകളിൽ ഫ്രീ ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ വളരെ ലോ ഫീസോടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു 1 ഇയർ +2 കഴിഞ്ഞിട്ട് നല്ല മാർക്കോടെ +2 പാസ്സായിട്ട് ഈ ഒരു 1 ഇയറിൽ അവർക്ക് നീറ്റിന് കോച്ചിങ്ങിന് പോകാനായിട്ട് സാധിക്കുന്നില്ല. എന്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് സിമ്പിളായിട്ട് പറയാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ വളരെ എക്സ്പെൻസീവ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ ഒരു നീറ്റ് കോച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നീറ്റ് കോച്ചിങ് എന്ന് പറയുന്ന ഈ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ ഒരു കോച്ചിങ്ങിന് പല വിദ്യാർത്ഥികൾക്കും താങ്ങാൻ സാധിക്കുന്നില്ല, പല രക്ഷിതാക്കൾക്കും ഇത് താങ്ങാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് പല വിദ്യാർത്ഥികളും തൻ്റെ MBBS എന്ന് പറയുന്ന സ്വപ്നം മാറ്റിവെക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് 2023 എക്സാം എഴുതാനായിട്ട് പോകുന്നത്, അതായത് MBBS എന്ന് പറയുന്ന സ്വപ്നം ഞാൻ നടത്തിക്കൊണ്ടേ പോകൂ എന്ന് ആലോചിച്ച് അല്ലെങ്കിൽ എന്ന് ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് വരുന്ന വിദ്യാർത്ഥികളെ സഹായിക്കാനായിട്ട് 2022 നമ്മുടെ കേരളത്തിലെ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ലേണിംഗ് പ്ലാറ്റ്ഫോമായ എഡ്യൂപോർട്ട് വന്നിട്ട് സൂപ്പർ 60, അതായത് മാധ്യമം ദിനപത്രവുമായിട്ട് ചേർന്നുകൊണ്ട് സൂപ്പർ 60 എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചേക്കുവാണ്. എന്താണ് ഈ ഒരു പ്രോഗ്രാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രീ ആയിട്ട് അവർ 60 കുട്ടികളെ അവരുടെ റെസിഡൻഷ്യൽ ക്യാമ്പസിൽ ഓഫ്ലൈനായിട്ട് 2023 MBBS എന്ന് പറയുന്ന സ്വപ്നം നേടിയെടുക്കാനായിട്ട്, കൈപ്പിടിച്ചുയർത്താനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അതും വളരെ ഫ്രീ ആയിട്ട്. ഈ പറയുന്ന ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ ഒരു നീറ്റ് കോച്ചിങ്ങിനെ 1 ഇയർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവരുടെ റെസിഡൻഷ്യൽ ക്യാമ്പസിൽ താമസിച്ചു കൊണ്ട്, നിങ്ങൾക്ക് അവരുടെ ടീച്ചേഴ്സിൻ്റെ കൂടെ താമസിച്ചു കൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു അവസരം ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും MBBS എന്ന് പറയുന്ന സ്വപ്നത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന വിദ്യാർത്ഥികൾ ഡെഫിനറ്റ്ലി നിങ്ങൾ 2023 നല്ലൊരു ഗവൺമെൻറ് അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ തന്നെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾക്ക് MBBSന് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കും. അപ്പം എങ്ങനെയാണ് ഈ ഒരു പോർട്ടിന്റെ സൂപ്പർ 60 എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു, 60 വിദ്യാർത്ഥികൾ, അവർ സെലക്ട് ചെയ്യുന്ന 60 വിദ്യാർത്ഥികളെ ഫ്രീ ആയിട്ട് അവരുടെ റെസിഡൻഷ്യൽ ക്യാമ്പസിൽ താമസിച്ചു കൊണ്ടാണ് അവർ നിങ്ങളെ പഠിപ്പിക്കുക ഓഫ്ലൈനായിട്ട്. അപ്പോൾ അതിനകത്ത് വരുന്ന ഏറ്റവും വലിയ അവർ കുറച്ച് മാനദണ്ഡങ്ങളും മറ്റു കാര്യങ്ങളും വെച്ചിട്ടാണ് സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുന്നത്. അതൊരു എക്സാമിൻ്റെ ബേസിലാണ് ഇവർ കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്. എക്സാമിൻ്റെ ബേസിൽ എന്ന് പറയുമ്പം നിങ്ങൾ +1 +2 പഠിച്ച സെയിം ക്വസ്റ്റ്യൻസ്, അതായത് നീറ്റിനെ പോലത്തെ ഒരു കുഞ്ഞ് എക്സാം നടത്തിയിട്ട് 2 സ്റ്റെപ്പായിട്ടാണ് ഈ ഒരു എക്സാം നടത്തുക. ഈ ഒരു എക്സാം നടത്തിയിട്ടാണ് ഇതിലോട്ടുള്ള 60 കുട്ടികളെ അവർ സെലക്ട് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വരുന്ന ജൂലൈ 11 അവർ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുകയാണ്. 80 ക്വസ്റ്റ്യൻസ് വരുന്ന, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, ഈ 4 സബ്ജക്റ്റുകൾക്ക് കൂടി 60 മാർക്കും അതുപോലെ തന്നെ ഒരു 20 മാർക്കിന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും നടത്തിയിട്ടാണ്, അതായത് മൊത്തം 80 മാർക്കിന് ഉള്ളൊരു ഓൺലൈൻ എക്സാം ആദ്യം ഇവർ കണ്ടക്ട് ചെയ്യും. ഈ ഒരു എക്സാം ആദ്യം കണ്ടക്ട് ചെയ്തിട്ട് ഈ ഒരു എക്സാമിൽ നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യും 300 വിദ്യാർത്ഥികളെ അവർ ഈ വരുന്ന ജൂലൈ 18, 19 തീയതികളിൽ അവരുടെ തന്നെ റെസിഡൻഷ്യൽ ക്യാമ്പസിൽ കൊണ്ടുപോയി ഓഫ്ലൈനായിട്ട് ഒരു എക്സാം കൂടെ കണ്ടക്ട് ചെയ്യും. ഈ ഒരു ഓഫ്ലൈൻ എക്സാം കൂടെ കണ്ടക്ട് ചെയ്തിട്ട് ഈ ഒരു 300 പേരിൽ നിന്നും, അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുത്ത ഈ ഒരു എക്സാം നടത്തുന്ന 300 പേരിൽ നിന്നും ആ ഒരു എക്സാമിന്, അത് ഓഫ്ലൈൻ എക്സാമിൽ നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്ന 60 വിദ്യാർത്ഥികളെ, അതായത് MBBS എന്ന് പറയുന്ന സ്വപ്നത്തിന് വേണ്ടി ജീവിക്കുന്ന 60 വിദ്യാർത്ഥികളെ
അവർ ഫ്രീ ആയിട്ട് അവരുടെ തന്നെ ക്യാമ്പസിൽ, റെസിഡൻഷ്യൽ ക്യാമ്പസിൽ താമസിച്ചുകൊണ്ട് നിങ്ങൾക്ക് 1 വർഷം കോച്ചിങ് ആണ് അവർ തരുന്നത്. എന്തായാലും അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ നമുക്ക് ചുറ്റും നമുക്ക് ചിലപ്പോൾ കാണാനായിട്ട് സാധിക്കും. ഒരുപാട് വിദ്യാർത്ഥികൾ, അതായത് MBBS എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ MBBS എന്ന് പറയുന്ന സ്വപ്നത്തിന് വേണ്ടി നടക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾക്ക് പ്രത്യേകിച്ചറിയാം, അതായത് 1 വർഷം നീറ്റിന് വേണ്ടി കോച്ചിങ്ങിന് വിടാനായിട്ട് പൈസ ഇല്ല. അതുകൊണ്ട് മോനോട് പറയും, എടാ നിനക്ക് നല്ല മാർക്കുള്ളതല്ലേ, നീ ഇതിൽ ഗവൺമെന്റ് കോളേജിൽ ഏതിലും ഡിഗ്രി കോഴ്സുകൾക്ക് പോകും, നിനക്ക് ഇത്രയും നല്ല മാർക്കുണ്ട്, ഡെഫിനറ്റ്ലി നിനക്കൊരു ഗവൺമെന്റ് കോളേജിൽ ഡിഗ്രി കോഴ്സിന് കിട്ടും. അവിടെ അമ്മ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ അച്ഛ ഓക്കെ എനിക്ക് MBBSന് പോകണം, എനിക്ക് നീറ്റിന് ഒരു 1 ഇയർ എനിക്ക് പ്രിപ്പയർ ചെയ്യണം എന്ന് പറയാനുള്ള, അതായത് അവരുടെ സാമ്പത്തികം അറിഞ്ഞിട്ട് പറയാനായിട്ട് മുന്നോട്ട് വരാത്ത പല വിദ്യാർത്ഥികളെയും നമുക്കറിയാം. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് എഡ്യൂപോഡ് സൂപ്പർ 60 എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അറിയാവുന്ന വിദ്യാർത്ഥികളിലോട്ട് നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 60 വിദ്യാർത്ഥികളെയാണ് അവർ ഫ്രീ ആയിട്ട് അവർ പഠിപ്പിക്കുന്നത്. സോ ഇത് വളരെ വലിയൊരു നല്ലൊരു കാര്യമാണ്. കാരണം ഒരുപാട് വിദ്യാർത്ഥികളെ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് ബാക്കിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളെ സഹായിക്കും ഈ ഒരു കാര്യം. അപ്പോൾ ഇതിലോട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള മറ്റു കാര്യങ്ങൾ, ലിങ്ക് കാര്യങ്ങൾ എല്ലാം തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 തരത്തിലാണ് ഈ ഒരു എക്സാം അവർ കണ്ടക്ട് ചെയ്യുന്നത്. ഒന്ന് ഓഫ്ലൈനും പിന്നെ ഒന്ന് ഓൺലൈനുമായിട്ട്. ഫസ്റ്റ് വരുന്നത് ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. ജൂലൈ 11-ാം തീയതി ഓൺലൈനായിട്ടായിരിക്കും ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. 80 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ അതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന 300 വിദ്യാർത്ഥികളെയാണ് അവർ 18, 19 തീയതികളിൽ നടത്താനായിട്ട് പോകുന്ന, അവരുടെ ഓഫ്ലൈൻ ക്യാമ്പസിൽ വെച്ച് നടത്താനായിട്ട് പോകുന്ന എക്സാമിലോട്ട് അവരെ ഇൻവൈറ്റ് ചെയ്യുക. ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യുന്ന 60 വിദ്യാർത്ഥികളെയാണ് അവർ ഇതിലോട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 2023 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MBBS എന്ന് പറയുന്ന സ്വപ്നത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ കൈപ്പിടിച്ച് ഉയർത്താനായിട്ട് പോകുന്നത്. സോ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു വിവരം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതായത് MBBS എന്ന് പറയുന്ന സ്വപ്നവുമായിട്ട് നടക്കുന്ന സ്റ്റുഡൻസിലോട്ട് നിങ്ങൾ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് മാക്സിമം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണുന്നതായിരിക്കും. ബൈ.